വീട്ടിലെ കംപ്ലീറ്റ് ലോഡ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു 5 kV ഇപ്പോൾ നമുക്കറിയാം കേസ് ഇവിടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഒരു 5 അടി ഹൈറ്റിലേക്ക് പൊക്കിയിട്ട് ഒരു ബേസിക് ഒരു സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആ സൈഡിലും ഈ സൈഡിലും ഒരു 2 പാനലോട് കൊടുക്കാനുള്ള ഒരു സ്പേസും കൂടി ഉണ്ട്. അതായത് മൊത്തം ഒരു 6 പാനൽ വരെ നമുക്ക് ഇതിനകത്ത് 5 വർഷം ഫ്രീ ഓൺ സൈറ്റ് വാറണ്ടി തരുന്ന ഇൻവെർട്ടറാണ്. നമ്മുടെ ഒരു 4800 വാട്ട്സോളം നമുക്ക് ഇതിനകത്ത് മാക്സിമം ലോഡ് കൊടുക്കാൻ പറ്റും. പറയുന്നത് 51 വോൾട്ടിന്റെ യൂട്ടിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. അതായത് ഇനി വേണ്ടി ഒരു 5 യൂണിറ്റ് വെച്ച് ടോട്ടൽ 10 യൂണിറ്റോ 15 യൂണിറ്റ് 20 യൂണിറ്റ് അവിടെ വരെ നമുക്ക് ഇതിനകത്ത് ബാറ്ററി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ സിസ്റ്റം ചെയ്യാനായിട്ട് ഏകദേശം ചിലവ് വന്നിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5 kV ഓഫ് സോളാർ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് അടുത്ത് മുഴിക്കുളം എന്ന സ്ഥലത്ത് ഷാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന വീട്ടിലാണ് നമ്മുടെ ഈ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലെ കംപ്ലീറ്റ് ലോഡ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 kVയുടെ ഇൻവെർട്ടറും 51 വോൾട്ടിന്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റും ബാറ്ററിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സിസ്റ്റത്തെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 5 kV ഇപ്പോൾ നമുക്കറിയാം കേസ് ഇവിടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 5 kV നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കറണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ 5 kVയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക. വീഡിയോസ് ലെങ്ത് ഉണ്ടാവും. നിങ്ങൾ A to Z എല്ലാ കാര്യങ്ങളും മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 5 kV എന്താണെന്നും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് എത്ര ചിലവ് വന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഇവിടെയാണ് നമ്മൾ ഈ പാനലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമെന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഈ പാനൽ ഇപ്പോൾ നമ്മൾ ഈ ഷീറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ കിടത്തിയിട്ടേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയല്ല ഇതിൻ്റെ പാനലിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഷീറ്റ് എന്ന് പറയുന്നത് ഇവരുടെ വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടിവശം സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഷീറ്റിൻ്റെ അടിയിൽ. അതിൻ്റെ അടിയിൽ കിച്ചൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്മുടെ ഈ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും മഴയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് ഒരു 5 അടി ഹൈറ്റിലേക്ക് പൊക്കിയിട്ട് ഒരു ബേസിക് ഒരു സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ടെമ്പററി സ്ട്രക്ചറായിട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 അടി ഹൈറ്റ് പൊക്കിയിട്ടായിരിക്കും പിന്നീട്, അതായത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങും. കാരണം മഴയുടെ ഇതുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് മഴയൊക്കെ ഒന്നും അടിയിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ അതാകെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കേബിൾ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മൾ അവിടെ എത്തിച്ച് നമ്മൾ അത്രയും കേബിൾ നമുക്ക് 5 അടി ഹൈറ്റിൽ പൊക്കുമ്പോൾ എന്തോരം കേബിൾ വരും അതൊക്കെ നമ്മൾ അതിൻ്റെ അടിയിൽ ലൂപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് പിന്നീട് നമുക്കത് അടുത്ത ഒരു 2 ആഴ്ചയും കഴിയുമ്പോൾ നമ്മളിത് 5 അടി ഹൈറ്റിൽ നമ്മൾ ഈ സ്റ്റാൻഡ് പൊക്കിയിട്ട് വാക്കുകയും അതിൻ്റെ ലാഡറും ഒക്കെ പക്ക കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പിന്നീടൊന്നും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അടുത്ത് തന്നെ സ്ഥലമായതുകൊണ്ട് നമ്മൾ വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് ആ ഒരു സ്ട്രക്ചർ നമ്മൾ പിന്നീട് സ്റ്റാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും അത് കൊടുക്കുക. കാരണം എന്നാലാണ് നമുക്ക് അതിൻ്റെ ലെങ്ത് കാര്യങ്ങൾ കിട്ടുമോ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡ് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു കയറ് വലിച്ച് 2 സൈഡിലും കെട്ടി 4 സൈഡും കെട്ടി അങ്ങനെ റെഡിയാക്കി ഇട്ടേക്കാണ്. അപ്പോൾ അത് കാറ്റ് പിടിക്കാതെ ഊർന്നു പോകാതിരിക്കാനൊക്കെ ആ രീതിയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പിന്നീട് അത് മാറ്റുമ്പോൾ നമുക്കത് വേറെ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് പാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 590 വാട്ട്സിന്റെ യൂട്ടിൽ എന്ന കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പാനൽ മോണോക്രക്ക് പ്ലസ് ഹാഫ് കട്ട് ബൈഫിഷ്യൽ ടോപ്പ് കോൺ പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 4 പാനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ സൈഡിലും ഈ സൈഡിലും ഒരു 2 പാനലോട് കൊടുക്കാനുള്ള ഒരു സ്പേസും കൂടി ഉണ്ട്. അതായത് മൊത്തം ഒരു 6 പാനൽ വരെ നമുക്ക് ഇതിനകത്ത് ഇനി ഈ സ്റ്റാൻഡിൽ കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ യൂണിറ്റിൽ ഏകദേശം ഒരു 8 പാനൽ വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. 8 പാനൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4700 വാട്ട്സോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന ഈ പൈപ്പ് 25ന്റെ ഈ പൈപ്പിൽ കൂടെയാണ് നമ്മുടെ ഇൻവെർട്ടർ ഇരിക്കുന്ന സൈഡ്. ഇപ്പം ഇവിടെ പാനൽ ഇരിക്കുകയാണെങ്കിൽ തൊട്ട് ഇതിന്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെയാണ് നമ്മൾ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ലെങ്ത് ആണ് നമുക്ക് ഏകദേശം ഒരു കേബിളിന് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള പാനൽ 2 പാനൽ സീരീസ് ചെയ്തിട്ട് അത് 2 6mm കേബിളിൽ കൂടെ കൊണ്ടുപോയിക്കണം. അപ്പുറത്തിരിക്കുന്ന 2 പാനൽ സീരീസ് ചെയ്തിട്ട് അത് 6ന്റെ കേബിളിൽ കൂടെ കൊണ്ടുപോയിക്കണം. അപ്പോൾ പിന്നീട് നമ്മൾ ഇനി ഒരു 2 പാനൽ കൊടുക്കുമ്പോൾ ഈ 2 സ്ട്രിങ്ങിലേക്ക് 2 അറ്റത്ത് വെച്ചിട്ട് അത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പിന്നീട് ഒരു 8 പാനൽ വരെ അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ പിന്നീടാണെങ്കിൽ നമുക്കത് മാറ്റുന്നതാണ്. അതായത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ്. അപ്പോൾ ഇനി ഒരു 5 യൂണിറ്റ് ബാറ്ററി കൂടി നമ്മൾ ഒരു ബാറ്ററി പാക്ക് കൂടി വാങ്ങിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് പിന്നീട് നമുക്ക് പാനൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെ പാനലിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമ്മുടെ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന പാനൽ തന്നെയാണ് 590 വാട്ട്സിന്റെ യൂട്ടിൽ എന്ന കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പാനൽ. ഏകദേശം 51 വോൾട്ട് VOC ആണ് ഒരു പാനലിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ 2 പാനൽ ഇപ്പോൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 98 വോൾട്ടോളം നമുക്ക് VOC ആണ്. നമുക്ക് ഏകദേശം 230 വോൾട്ട് വരെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കൊടുക്കാം. അതായത് 8 പാനൽ നമ്മൾ സീരീസ് ചെയ്യുമ്പോൾ 4 8 വരെ അങ്ങനെ 2 സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ 4 പാനൽ സീരീസ് ചെയ്യുമ്പോൾ ഏകദേശം 204 വോൾട്ടാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഒരു ഇൻവെർട്ടറിൽ ഓടാം. അത്രയും നമുക്ക് സീരീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ 2 പാനലാണ് സീരീസ് ചെയ്തിട്ടുള്ളൂ.
അങ്ങനെ 4 പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2000 വാട്ട്സ് ആണ് നമുക്ക് പാനലിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇപ്പൊ ചേട്ടൻ 6 മാസം കൂടുമ്പോഴാണ് ഫാമിലിയോട് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ഉപയോഗം ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ടൈമർ സ്വിച്ച് ഔട്ടിൽ കൂടെ പുറത്തേക്കൂടെ വെച്ചിരിക്കുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 400 വാട്ട്സിന്റെ ലൈറ്റ് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ പകൽ ടൈം ഇത് ബാറ്ററി ചാർജ് ചെയ്ത് ഫുൾ ചെയ്ത് വെക്കും, രാത്രി ബാറ്ററി നിർത്തി പ്രവർത്തിക്കും. അങ്ങനെയായിരിക്കും ആളില്ലാത്ത സമയത്ത് വരുന്നത്. അവിടെ ഉള്ളപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ക്യാമറ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ലൈറ്റ് മാത്രമല്ല, ഔട്ട്സൈഡ് ക്യാമറയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ തന്നെയായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ ആളുള്ളപ്പോൾ നമുക്ക് താമസം ഉള്ളപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ലോഡ് ഉള്ളപ്പോൾ അതൊക്കെ നമുക്ക് ലൈവായിട്ട് കിട്ടിയും എല്ലാം നമുക്ക് ഈ ഒരു ഇത്രയും പാനൽ വെച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ മിനിമം ഒരു 4 പാനൽ 5 kV കൊടുത്തിരിക്കുന്നത്. നമ്മൾ 5 kV ചെയ്യുമ്പോൾ എപ്പോഴായാലും മിനിമം 4 പാനൽ കൊടുക്കണം. പിന്നീട് അത് നമുക്ക് ലോഡിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിൻ്റെ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഇൻവെർട്ടർ സൈഡും അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഇവിടെ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പഴയ ഒരു 2 ഇൻവെർട്ടർ ഒരു ബാറ്ററി ആയിട്ട് രീതിയിൽ ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു ടൈമറും ഒരു SMPS അഡാപ്റ്ററും വെച്ചിട്ട് നമ്മളൊരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇതിന് മുമ്പായിട്ട് ഒരു DC ലൈറ്റുകളാണ് നമ്മുടെ മൊത്തം പുറത്ത് കുറച്ച് ഔട്ട്സൈഡ് കുറച്ച് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ തന്നെ ഓൺ ആവുന്നു, രാവിലെ ആകുമ്പോൾ തന്നെ ഓഫ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് DC ലൈറ്റുകളായിരുന്നു. അപ്പോൾ അത് മാറ്റി നമ്മളൊരു SMPS വെച്ച് ആ രീതിയിൽ നമ്മളൊരു കൺവെർട്ടർ വെച്ച് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻവെർട്ടറിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അത് ഇവിടെ സെപ്പറേറ്റ് ബാറ്ററി വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് 2 ബാറ്ററി വെക്കുന്നതിന് പകരമായിട്ട് നമ്മളെല്ലാം ഈ ഒരൊറ്റ യൂണിറ്റ് തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് വീട്ടിലെ അകത്തെ ഉപകരണങ്ങളായാലും പുറത്തെ ലൈറ്റ് എല്ലാം ഈ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി കൊടുത്തിരിക്കുന്ന യൂണിറ്റാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ 5 kV യൂണിറ്റ് ഇവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള DCDBയും ACDBയും അങ്ങനെ മൊത്തത്തിലാണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു പാർട്ടീഷൻ വർക്ക് ചെയ്യും, അതായത് ഇവിടെ ഒരു അടച്ച് ബോക്സ് പോലെ ചെയ്യും. ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നീട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതാണ് DC ബ്രേക്കർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഹാവൽസിൻ്റെ 32 ആംപിയറിൻ്റെ 2 പോളിൻ്റെ 2 ബ്രേക്കറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ യൂണിറ്റ് 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 4 പാനൽസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ പാനൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് അതുകൊണ്ട് നമ്മൾ 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മുടെ പാനലിൽ നിന്ന് വരുന്ന കേബിൾ ആദ്യം നമ്മുടെ ഈ ബ്രേക്കറിലേക്കാണ് കയറുന്നത്. 32 ആംപിയറിൻ്റെ 2 ബ്രേക്കറിലേക്ക് കയറിയിട്ട് ആ കേബിൾ നേരെ 4 കേബിൾ നമ്മൾ നേരെ ഇൻവെർട്ടറിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ DCDB വരുന്നത് ഈ സൈഡിൽ. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ACDB കാണാൻ പറ്റും. ACDBയിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ബ്രേക്കർ വരുന്നുണ്ട്, ഐസൊലേറ്റർ വരുന്നുണ്ട്, SPD വരുന്നുണ്ട്, അതിൻ്റെ കണക്ടർ വരുന്നുണ്ട്. മൊത്തത്തിൽ എർത്ത കാര്യങ്ങളൊക്കെ കൊടുത്ത് പക്കാ രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ആദ്യം ഇതിനകത്ത് കയറി വന്നിട്ട് ഇതിൻ്റെ ഔട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും എർത്തിൻ്റെ ലീക്കേജോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരാണെങ്കിൽ നമ്മുടെ ഇവിടെ SPDയുടെ ഫ്യൂസ് പോയി ബ്രേക്കർ ട്രിപ്പ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചാനൽ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മളിവിടെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻവെർട്ടർ നോക്കാം. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. UTL എന്ന കമ്പനിയുടെ സിഗ്മ പ്രോ എന്ന് പറയുന്ന 5 kVയുടെ യൂണിറ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. ആ ഒരു ഇൻവെർട്ടർ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 5 വർഷം ഫ്രീ ഓൺ സൈറ്റ് വാറണ്ടി തരുന്ന ഇൻവെർട്ടർ ആണ് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടർ വരുന്നത്. നമുക്കിവിടെ വൈഫൈയുടെ സിഗ്നൽ കാര്യങ്ങൾ കാണാം. അതായത് വൈഫൈ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഫോണിലിരുന്ന് ഇപ്പോൾ എവിടെ നിന്നായാലും നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ LCD + LED ഒരു ഡിസ്പ്ലേ ആണ് നമ്മുടെ ഇൻവെർട്ടറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് LED ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4-5 ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇൻവെർട്ടർ ഓൺ എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ, ചാർജിങ് ഓൺ, പിന്നെ ഗ്രിഡിൽ നിന്ന് ചാർജ് ആവുന്നുണ്ടെങ്കിൽ ഗ്രിഡ് ചാർജിങ് ഓൺ, പിന്നെ അതിൻ്റെ ഹൈ ലോഡ്, ലോ ലോഡ്, ആ ഇൻവെർട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, അത് എന്തെങ്കിലും ഒരു എറർ വന്നാൽ അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് ഒരു സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ 4 മോഡുകളാണ് നമുക്ക് ഇൻവെർട്ടറിൽ വരുന്നത്. കണ്ടതിന് അറിയാൻ പറ്റും. ഗ്രിഡ് എക്സ്പോർട്ട് മോഡ്, PCU മോഡ്, സ്മാർട്ട് മോഡ്, ഹൈബ്രിഡ് മോഡ്, അങ്ങനെ 4 മോഡാണ് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടറിൽ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഗ്രിഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇതൊരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ്. അതായത് നമുക്ക് KCV സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. ഇത് പിന്നീട് നമുക്ക് ഹൈബ്രിഡ് ആക്കണമെങ്കിൽ തന്നെയായാലും നമുക്കൊരു ഇൻവെർട്ടർ പറ്റും. അപ്പോൾ നമുക്കറിയാം ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ഇതനുസരിച്ച് 24 hours കറണ്ട് വേണമെന്നൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് ഹൈബ്രിഡ് ആ രീതിയിലാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആ മോഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഗ്രിഡ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ലോഡ് ഗ്രിഡിലേക്ക് കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ നിലവിൽ അങ്ങനെ ചെയ്തിട്ടില്ല. സാധാ ഒരു ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പം നിലവിൽ PUC മോഡിൽ തന്നെയാണ് കിടക്കുന്നത്. അതായത് ഗ്രിഡ് ചാർജിങ് പൂർണ്ണമായിട്ടും ഡിസേബിൾ ചെയ്തിട്ട് സോളാറിൽ നിന്ന് മാത്രം ചാർജിങ് ആവുകയും സോളാറിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഈ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്.
നമ്മുടെ സ്മാർട്ട് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സോളാർ ഉണ്ടെങ്കിൽ സോളാറിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ കുറയുന്നു, അപ്പോൾ ഗ്രിഡിൽ നിന്ന് എടുത്ത് ബാറ്ററി ചാർജ് ചെയ്ത് ബാറ്ററിയുടെ ഗ്രാവിറ്റി ഒന്ന് ലെവൽ ചെയ്യുന്ന ഒരു മോഡാണ് സ്മാർട്ട് മോഡ് വരുന്നത്. ഹൈബ്രിഡ് മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രയോറിറ്റി സോളാർ പാനലായിരിക്കും. സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ എപ്പോൾ ഇല്ലാതെ ആവുന്നു അപ്പോൾ തന്നെ ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജ് ആവും. ഹൈബ്രിഡ് മോഡും സ്മാർട്ട് മോഡും ഏകദേശം ഒരു സെയിം ഇതിൽ തന്നെയാണ് പോകുന്നത്. PUC മോഡ് എന്നാണ് കംപ്ലീറ്റ് നമുക്ക് പ്രൊഡക്ഷൻ, അതായത് നല്ല രീതിയിൽ യൂസേജ് കിട്ടുന്നത് PUC മോഡിലായിരിക്കും. അത് ഈ പറഞ്ഞ മാതിരി ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ആണ് ഒരു മോഡാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ LED ഡിസ്പ്ലേയിൽ വരുന്നത്. LCD ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ ഓപ്ഷൻസും ഓരോ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ഈ ആപ്പിളിനേക്കാണെങ്കിൽ സോളാറിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 79 വോൾട്ട്, ബാറ്ററിയുടെ വോൾട്ടേജും അതെല്ലാം നമുക്ക് പെട്ടെന്ന് സ്ക്രോൾ ഇപ്പോൾ ഏകദേശം 707 നമുക്ക് കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും IT മോഡ് എനേബിൾ ആണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. സോളാറിൽ നിന്നുള്ള വോൾട്ടേജ്, പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്, അതായത് സെറ്റപ്പ് റൂം വരുന്നത് ഇത് തന്നെയാണ്. ഈ എൻ്റർ ബട്ടൺ ഞെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററിയുടെ സെറ്റിങ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ തന്നെയായാലും ഇപ്പോൾ ഓരോന്ന് സെറ്റിങ്സിൽ കയറുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ PUC മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റർ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ട 3 മോഡ് ഉണ്ട്. ഓപ്പറേഷൻ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓപ്പറേഷൻ മോഡിൽ തന്നെ PUC മോഡ്, ഹൈബ്രിഡ് മോഡ്, അങ്ങനെ ഓരോ മോഡും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അത് നമുക്കിപ്പോൾ നമ്മൾ PUC മോഡിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് മാനുവലി നമുക്ക് ഇതിനകത്ത് മാറ്റാൻ പറ്റുന്നതാണ്. IT മോഡാണെങ്കിലും ഇപ്പോൾ ഗ്രിഡ് ചാർജിങ് എനേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ പറ്റും. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ 5 വർഷം ഫ്രീ ഓൺസൈറ്റ് വാറണ്ടി വരുന്ന ഇൻവെർട്ടറാണ് നമ്മുടെ ഈ ഒരു സിഗ്മ പ്രോ എന്ന് പറയുന്ന 5 kW യൂണിറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ലോഡ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4800 വാട്ട്സോളം നമുക്ക് ഇതിനകത്ത് മാക്സിമം ലോഡ് കൊടുക്കാൻ പറ്റും. 2000-2500 വാട്ട്സ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ് ഈ വരുന്നത്. ഈ വീട്ടിൽ വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ലോഡുകളും കംപ്ലീറ്റ് ലോഡും 100% ലോഡും ഈ ഒരു യൂണിറ്റിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഏകദേശം ഒരു 5 AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ 5 AC ഒരുമിച്ച് അവർ ഓൺ ചെയ്യുന്നില്ല, അത് മേളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട AC 2-3 AC ക്കാണ് പകൽ സമയത്തായാലും ഓൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഒരു റോട്ടറി സ്വിച്ച് ഇവിടെ ഉണ്ട്. ഈ റോട്ടറി സ്വിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ 1-ൽ ഇട്ടതിന് ഇൻവെർട്ടർ ത്രൂ ആണ് ലോഡുകളൊക്കെ പ്രവർത്തിക്കുന്നത്. 0-ൽ ഇട്ടതിന് കംപ്ലീറ്റ് നമുക്ക് ലോഡുകൾ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 2-ലേക്ക് ഇട്ടതിന് കംപ്ലീറ്റ് ബൈപ്പാസിംഗ് ആണ്, അതായത് KCBയിലേക്ക് ഡയറക്റ്റ് ലോഡിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു റോട്ടറി സ്വിച്ച് 3-വേ റോട്ടറി സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ യൂസർ മാനുവൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ അത് PV മാക്സിമം നമുക്ക് 230 വോൾട്ട് വരെ PV മാക്സിമം കൊടുക്കാം. PV റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 80 to 195 വോൾട്ടോളാണ് വരുന്നത്. പിന്നെ അതിൻ്റെ 62 ആംപിയറിൻ്റെ MPPT ആണ് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്. അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് വന്നതിന് ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. 6-ന്റെ കേബിൾ ഇട്ടാണ് നമ്മളിവിടെ യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം കംപ്ലീറ്റ് ലോഡ് നമുക്ക് ഇതിൽ പോകാനും AC കേബിൾ 6-ന്റെ ഇട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പോയിരിക്കുന്നത് നമ്മുടെ മേളിലിരിക്കുന്ന ടൈമറിലേക്കുള്ള കണക്ഷനാണ് ഈ കേബിൾ പോയിരിക്കുന്നത്. പിന്നെ നമ്മുടെ DC DBന്ന് വരുന്ന 6mm തന്നെ DC കേബിളാണ് നമ്മുടെ ഈ ഒരു സോളാർ പാനലിൻ്റെ കണക്ഷനിലേക്ക് പോകുന്നത്. ഓരോ കണക്ഷൻ്റെ മേളിൽ ഓരോ ബ്രേക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ സോളാറിൻ്റെ എന്തെങ്കിലും പ്രൊഡക്ഷൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ തന്നെയായാലും അവിടെ ഓഫ് ചെയ്യാൻ പറ്റും, ഇൻവെർട്ടറിൻ്റെ ബാക്കിലാണെങ്കിലും ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ടു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിയുടെ കണക്ഷനും നമുക്കിവിടെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഈ 2 ബ്രേക്കർ ഓഫ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബാറ്ററിയുടെ ഇത് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗ്രിഡ് ചാർജിങ്ങിൻ്റെ അതായത് ഗ്രിഡിൽ നിന്നുള്ള ആ ഒരു ഇൻപുട്ട് ഓഫ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഒരു ബ്രേക്കർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻവെർട്ടർ കംപ്ലീറ്റ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എർത്തിങ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഇൻവെർട്ടർ എർത്തിങ് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് വെച്ച് അടച്ചിട്ടാണ് നമ്മൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻസും അത്യാവശ്യം ഒരു വലിയ കൂളിംഗ് ഫാനും കാര്യങ്ങളൊക്കെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ നമ്മുടെ ഇൻവെർട്ടറിലൊക്കെ നമ്മൾ 5 kW ഇൻവെർട്ടർ 48 വോൾട്ട് യൂണിറ്റ് ബാറ്ററി 48 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബാറ്ററി എന്ന് പറയുന്നത് 51 വോൾട്ടിൻ്റെ യൂട്ടിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബാറ്ററിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബാറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ബാറ്ററിയുടെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് 5 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഈ കാണുന്ന ഇതുവഴി റാക്ക് വഴി നമുക്ക് മേളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇനി വേണ്ടി ഒരു 5 യൂണിറ്റ് വെച്ച് ടോട്ടൽ 10 യൂണിറ്റോ 15 യൂണിറ്റ് 20 യൂണിറ്റ് അവിടെ വരെ നമുക്ക് ഇതിനകത്ത് ബാറ്ററി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാത്രിയൊക്കെ കൂടുതൽ ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ തന്നെയായാലും നമുക്ക് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ബാക്കപ്പ് കിട്ടാനും പൂർണ്ണമായിട്ടും KCBയുടെ കണക്ഷൻ ഒഴിവാക്കി നമുക്ക് ഈ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി പുതിയതായിട്ട് ഇത് ചെയ്തേക്കണ ബാറ്ററിയാണ് ഈ 51 വോൾട്ടിൻ്റെ നമ്മുടെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി വരുന്നത്.
നമുക്ക് ബാറ്ററി ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ യൂട്ടിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററിയാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സീരിയൽ നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഏകദേശം ഒരു 51 വോൾട്ട് ആണ്, നമുക്ക് 51.2 വോൾട്ടാണ് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് കപ്പാസിറ്റി വരുന്നത്. 100 AH ആണ് നമ്മുടെ ബാറ്ററി വരുന്നത്. മാക്സിമം ഡിസ്ചാർജ് കറണ്ട് എന്ന് പറയുന്നത് 95 ആംപിയർ ആണ് ഡിസ്ചാർജിങ് കറണ്ട് വരുന്നത്. ചാർജിങ് കറണ്ട് 45 ആംപിയർ. ഇതിൻ്റെ ലോവർ കട്ട് ഓഫ് വോൾട്ടേജ് ഏകദേശം 45 വോൾട്ടും ഹയർ കട്ട് ഓഫ് ഏകദേശം 56 വോൾട്ടാണ് നമുക്ക് അതിൽ വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ബാറ്ററിയുടെ മെയിൻ ഡീറ്റെയിൽ വരുന്നത്. പിന്നെ നമുക്ക് ബാറ്ററിയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ്, ഈ ഫ്രണ്ടിലാണ് ഒരു ബെഡ് ടൈപ്പ് ബാറ്ററിയാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. റാക്ക് മാതിരി പിന്നീട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൊളാരിറ്റി പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 2 കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ പറഞ്ഞ മാതിരി തന്നെ പിന്നീട് നമ്മളൊരു ബാറ്ററി കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ലൂപ്പ് എടുത്തിട്ടായിരിക്കും നമ്മൾ അടുത്ത ബാറ്ററി ആയിട്ട് പാരലൽ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു കണക്ഷനാണ് അത്യാവശ്യം ഒരു ഹെവി 25 ആംപിയറിൻ്റെ കേബിൾ ഇട്ടാണ് ഇൻവെർട്ടറിലേക്ക് ഈ ഒരു 2 കേബിളും നെഗറ്റീവും പോസിറ്റീവും പോയിരിക്കുന്നത്. അതിൻ്റെ കണക്ട് ചെയ്യാനുള്ള ഇത് നോബും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഏകദേശം 100% ബാറ്ററി ചാർജ് ഇപ്പോൾ നിലവിൽ ഫുള്ളാണ്. നമ്മൾ ഏകദേശം വീഡിയോ എടുക്കുന്ന ഒരു 11:30 സമയത്താണ്. നിലവിൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ നമ്മുടെ ഇൻവെർട്ടറിൽ ലോഡ് കപ്പാസിറ്റി ഒരു 700 വാട്ട്സോളം കണ്ടു. 700 വാട്ട്സ് ഇപ്പോൾ ഡയറക്റ്റ് സോളാറിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ ഡിസ്ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 54 ഏകദേശം ബാറ്ററി ചാർജ് ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. 2 സ്വിച്ചുകളാണ് വരുന്നത്. ഒരെണ്ണം 125 ആംപിയറിൻ്റെ MCB ആണ് വരുന്നത് ബാറ്ററിയുടെ ഓൺ ചെയ്യാനും, പിന്നെ ഇതിൻ്റെ BMS ഓൺ ചെയ്യാനും ഒരു ചെറിയ സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ബാറ്ററിയുടെ മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് 5 വർഷം ഫ്രീ ഓൺ സൈറ്റ് വാറണ്ടി ഉള്ള ബാറ്ററിയാണ്. 5 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ വരുന്നത്. അപ്പോൾ പിന്നീടാണെങ്കിലും നമുക്ക് ഈ ബാറ്ററി ഒന്ന് ആഡ് ചെയ്യണം തന്നെയായാലും നമുക്ക് ഒരു ബാറ്ററി കൂടി വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാറ്ററി ആഡ് ചെയ്യുന്ന ഇതിൻ്റെ അനുസരിച്ച് തന്നെ നമ്മൾ പാനലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പാനലൂടി നമ്മൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ബാറ്ററിയുടെ സൈഡിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു 5 kV ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ, ബാറ്ററി, പാനൽ, അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഏറ്റവും എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിലോ വിളിക്കുകയാണെങ്കിലോ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ സിസ്റ്റം നമ്മൾ ഓൾ കേരള ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അവിടേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയായാലും നമ്മൾ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് സൈഡിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ഫ്രീ ആവുന്നതനുസരിച്ച് എല്ലാവരും തിരിച്ച് വിളിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഇതിൻ്റെ പ്രൈസാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഈ സിസ്റ്റം ചെയ്യാനായിട്ട് ഏകദേശം ചിലവ് വന്നിരിക്കുന്നത് ഒരു 2,60,000 അടുത്തോളമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് ഈ 2,60,000 എന്ന് പറയുന്നത് നമ്മൾ ഈ 5 അടി ഹൈറ്റിൽ പാനലിൻ്റെ സ്റ്റാൻഡ് പൊക്കിയിട്ടാണ് ചെയ്യുന്നതും ഒക്കെ ഈ റേറ്റിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും. 5 അടി ഹൈറ്റ്. അതിപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്നതിന് ആ ഒരു ലെങ്ത് ഉണ്ടാവും. പക്ഷേ ഇതിലൂടെ എക്സ്ട്രാ വേറെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വാക്വേ ചെയ്യുമ്പോഴായാലും ലാഡർ ചെയ്യുമ്പോഴായാലും എക്സ്ട്രാ നമുക്ക് അതിനകത്ത് എമൗണ്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ ഈ 2,60,000 രൂപയ്ക്കാണ് മൊത്തം A to Z എല്ലാ വർക്കും ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. അത് ഈ എമൗണ്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 51 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി വരും, 5 kV ഇൻവെർട്ടർ വരും, 4 പാനൽ വരും. ബേസിക്കായിട്ട് 4 പാനലാണ് നമ്മളോട് കൊടുക്കുന്നത്. അപ്പോൾ ആ 4 പാനൽ വരും. പിന്നെ കംപ്ലീറ്റ് വയറിങ്, ഇൻസ്റ്റാളേഷൻ, പാനലിൻ്റെ സ്റ്റാൻഡ്, അങ്ങനെ കംപ്ലീറ്റ് എല്ലാം കൂട്ടിയിട്ടാണ് നമുക്ക് ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾ കേരള ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.